വിശദമായി നോക്കാം. നവകേരള വികസന രേഖയുമായി സിപിഎം സമ്മേളനം. സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തുടക്കമാകും. എ.കെ. ബാലൻ പതാക ഉയർത്തും. സിപിഎം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സെഷന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. എ.കെ. ബാലനാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്ന പ്രസീഡിയത്തിന്റെ അധ്യക്ഷൻ. ഭരണ തുടർച്ച പ്രതീക്ഷ പങ്കുവച്ച മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കുമെന്നും അക്കാര്യത്തിൽ വിശ്വാസമുണ്ടെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കുറിച്ചു. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, അടുത്ത 5 വർഷത്തെ കേരളം എങ്ങനെയായിരിക്കും എന്നുള്ള വികസന രേഖ അവതരിപ്പിക്കുകയാണ് ഇന്ന്. എന്തൊക്കെ പദ്ധതികളാണ് ഈ രേഖയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്? അതോടൊപ്പം പ്രതിനിധി സമ്മേളനം തുടക്കമാവുകയാണ്. ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്? ആദ്യം പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തലാണ്. സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവ് എ.കെ. ബാലനാണ് ഈ പാർട്ടി പതാക ഈ സമ്മേളന നഗരിയിൽ പ്രതിനിധി സമ്മേളന നഗരിയിൽ ഉയർത്തുക. നേതാക്കളും ഈ പ്രതിനിധികളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ നവകേരള വികസന രേഖയുടെ തുടർച്ച കഴിഞ്ഞ അവതരിപ്പിച്ച രേഖയുടെ തുടർച്ചയായും അവതരിപ്പിക്കും. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. ഇ പി ജയരാജൻ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകാമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങനെയല്ല, 75 കഴിഞ്ഞ എല്ലാവർക്കും അല്ല, അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? അങ്ങനെ എല്ലാവരും മാറണമെന്നില്ല. നിങ്ങൾ പറയുന്ന അഭിപ്രായമാണോ ഞങ്ങൾ ഇളവുണ്ടല്ലോ? നിങ്ങൾ പറയുന്നതല്ലേ അത്? ഞങ്ങളല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ തീരുമാനിക്കുക, അതിൽ നിങ്ങളിങ്ങനെയാണെന്ന് പറയാം. അതൊന്നുമല്ല പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗഹനമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. പാർട്ടിയുടെ ലക്ഷ്യം ഒരു സുശക്തമായ ബഹുജന വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കുക. രാജ്യമെന്ന് അഭിമുഖീകരിക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ RSS സംഘപരിവാർ അധികാരം പിടിച്ചിരിക്കുകയാണ്. ഇത് മതേതരത്വവും ജനാധിപത്യവും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയാണ്. ആ ജനസംരക്ഷണത്തിനു വേണ്ടിയും രാജ്യത്ത് ജനാധിപത്യവും പൌരാവകാശവും സംരക്ഷിക്കാൻ, ഫെഡറലിസം സംരക്ഷിക്കാൻ, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ, പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വിപുലമായ ബഹുജന ശക്തി സമാഹരിക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രസക്തി ഇല്ലാത്തതാണ്. കേരളത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ചർച്ച വരുന്നത്? ഒരു പ്രസക്തി ഉണ്ടാവില്ല. അത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കുന്നതല്ലേ. നിങ്ങൾക്കൊരു ദിവസത്തേക്ക് ഒരു ഇര വേണം. ആ ഇരയെ പിടിക്കാൻ നിങ്ങളിങ്ങനെ നടക്കുകയാണ്. ഈ പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നയരേഖ പാർട്ടിയുടെ നയവ്യതിയാനമാണ് എന്നൊരു വിമർശനങ്ങൾ. നിങ്ങൾ നയം അവതരിപ്പിക്കട്ടെ. അവതരിപ്പിച്ചു കഴിഞ്ഞാലല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഞാൻ ആ നയരേഖ അവതരിപ്പിച്ചാലല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നയരേഖ അവതരിപ്പിക്കും, അതൊരു കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതാണ്. ആ നയരേഖ അംഗീകരിച്ചു കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വരിക. അത് എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ടല്ലേ നയരേഖ തയ്യാറാക്കുക. ഇത് നിങ്ങൾ ധരിക്കുന്ന പോലെ ലാഘവത്തോടു കൂടി ചെയ്തതാണെന്ന് ധരിക്കുന്നത്. വളരെ വളരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിരീക്ഷണത്തിൽ ഇന്ത്യൻ സാഹചര്യത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ കേരളം ഇന്ത്യക്ക് തന്നെ ഒരു വഴികാട്ടിയാകാൻ കഴിയത്തക്ക നിലയിൽ ഒരു പുതിയ കേരളം സൃഷ്ടിക്കണം. അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത. അത്തരമൊരു രേഖ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കേണ്ട ഘട്ടമാകുമ്പോൾ അത് വ്യക്തമാകും. അപ്പൊ നിങ്ങൾക്കെല്ലാ അഭിപ്രായങ്ങൾ പറയാം. സംഘടനാ വിഷയങ്ങളെക്കാൾ കൂടുതൽ വികസനം തന്നെ ചർച്ചയാവുകയാണ്. എന്താണ് തുടർഭരണം വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷ? വികസനം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാന വിഷയമാണ്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഒരു കുതിപ്പുണ്ടായത് വികസന രംഗത്ത്. ഈ കേരളത്തിന്റെ വികസനത്തിന് തുടക്കമിട്ടത് 57-ലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. VMS ഗവൺമെന്റാണ് അന്ന് തുടങ്ങിവെച്ചതാണ്. ഭൂപരിഷ്കരണം, കാർഷിക പരിഷ്കരണം, കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും കുടികിടപ്പുകാർക്കുമൊക്കെ ആനുകൂല്യം കൊടുക്കൽ. അതിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ സ്ത്രീകൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ അവർക്ക് തുല്യാവകാശം നൽകണമെന്നുള്ള വാദങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ നിയമസഭയിൽ 50% സ്ത്രീ റിസർവേഷൻ,
തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളം ഒരു വളർച്ചയിലാണ്. ഇപ്പോഴാകട്ടെ അതിവേഗത്തിലൊരു കുതിപ്പിലേക്കാണ്. നിങ്ങൾ കേരളം മുഴുവൻ നോക്കൂ, എല്ലാ രംഗത്തും വികസനമല്ലേ, വ്യവസായം, കാർഷികം, നാടും നഗരവും ഉണരുകയല്ലേ. എത്രയാ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും, എത്രയാ ആശുപത്രികൾ വളർന്നു വരുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ മാറ്റങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെയുള്ളത്. 65 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്ത് ജനസംരക്ഷിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, ഉരുൾപൊട്ടലായാലും പ്രളയമായാലും അതുപോലെ തന്നെ മഹാമാരിയായാലും ആ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ജനങ്ങൾ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നെന്താ സംശയം? ആർക്കാ സംശയം? നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ. നിങ്ങളും പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നില്ലേ? അല്ലേ? 3 വർഷം മുതൽ കേരളം ഒരു പുതിയ കുതിപ്പിലാണ്. ആ കുതിപ്പിൽ 3 കൊണ്ട് നിർത്തണ്ട നിങ്ങൾ. നമ്മുടെ എറണാകുളം സമ്മേളനം അംഗീകരിച്ച നയരേഖ ഉണ്ടല്ലോ, നവകേരള സൃഷ്ടി കേരള നയരേഖ, അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ രണ്ടാമത് വരുന്ന? ഇത് പ്രസിദ്ധീകരിക്കട്ടെ, പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. സിപിഎമ്മിന് സിപിഎം നയിക്കും. അത് നേതാക്കളെല്ലാം കൂടി ചേർന്നാണല്ലോ സിപിഎം. സിപിഎം എന്ന് പറയുന്നത് ഒരാളല്ല. സിപിഎം എന്ന് പറയുന്നത് ഒരു പാർട്ടി, അതിന്റെ നയങ്ങൾ, അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ചുമതലയേൽപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ തന്നെ വലിയ തോതിൽ പ്രതിനിധികൾ വരുന്നു, അവർ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു, അതിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരുന്നു, അതിന് നേതൃത്വം വഹിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണല്ലോ. അതാണ് പാർട്ടി. അതുകൊണ്ട് ഒരു വ്യക്തിയല്ല, പാർട്ടിയാണ് ശക്തി, പാർട്ടിയാണ് കരുത്ത്. പോരെ, ഇന്നത്തേക്ക് പോരെ. അതാണ് ഇ.പി. ജയരാജനാണ് നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇടതു ഭരണം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹവും മറ്റു നേതാക്കളെ പുറത്ത് അദ്ദേഹവും പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഈ പൊതുസമ്മേളന വേദിയിൽ പാർട്ടി പതാക ഉയരും. പാർട്ടി പതാക സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന ഇപ്പോൾ പി സരിൻ, പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന പി സരിൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ്. വ്യത്യസ്തമായ അനുഭവമായിരിക്കും. എങ്ങനെ തോന്നുന്നു? ഒരു പാർട്ടി അതിന്റെ താഴെത്തട്ട് മുതൽ, ബ്രാഞ്ച് മുതൽ ഏറ്റവും മേൽ കമ്മിറ്റി ആയിട്ടുള്ള അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് വരെ എത്തുന്നതിന്റെ ഇടയിൽ അതാത് സംസ്ഥാനങ്ങളിൽ ചേരുന്ന ജനങ്ങളെ കേൾക്കുക എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ദൌത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിനിധികളായി എത്തുന്നവരുടെ അഭിപ്രായങ്ങളെ കേട്ട് ഒരു നയരൂപീകരണത്തിലേക്ക് കടക്കുക എന്നുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം അടുത്ത 3 വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതിൽ നിർണായകമായ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തൊട്ട് മുന്നെയാണ് ഇനി അവസാനത്തെ പാർട്ടി കോൺഗ്രസ് വരിക. അപ്പൊ അതിനടക്കമുള്ള നയരൂപീകരണത്തിന് കേരളത്തെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സിപിഎമ്മിന്റെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുന്നു. സാധാരണ ഈ സിപിഎം സമ്മേളനങ്ങളിലൊക്കെ പ്രത്യയശാസ്ത്രം, പാർട്ടിക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളാണ് ഏറെക്കുറെ നടക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കൂടുതൽ കേൾക്കുന്നത് വികസനം എന്നൊരു കാര്യമാണ്, പുതിയ നയരേഖയാണ്. അങ്ങനെ ഒരു മാറ്റം സിപിഎമ്മിലേക്ക് വരുന്നതിന് എങ്ങനെയാണ് ശ്രമിച്ചത്? തീർച്ചയായിട്ടും അത് സിപിഎമ്മിന്റെ ഉത്തരവാദിത്തമാണ്. ഈ നാടിനോടുള്ള ഒരു റിന്യൂഡ് കമ്മിറ്റ്മെന്റ് ആണ്. നോക്കൂ, 4 കോടി മനുഷ്യരുള്ള ഈ നാടിന് കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി വന്നിരിക്കുന്ന മാറ്റങ്ങളെയും ഇനി അങ്ങോട്ട് നമ്മളൊരു പ്രായോഗികമായി പറയുകയാണെങ്കിൽ ഒരു 3 പതിറ്റാണ്ട്, അങ്ങനെ അതിന്റെ ഒരു 100 വർഷത്തെ ഒരു ടൈം ലൈനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അടുത്ത 30 വർഷത്തേക്ക് അതിനെ നോക്കിക്കാണാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയുക എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം സിപിഎം നിർവഹിക്കുന്നു. മറ്റു പലർക്കും അതിനുള്ള ത്രാണിയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ സിപിഎമ്മിന് അതിനുള്ള ത്രാണി ഉള്ളത് കൊണ്ട് തന്നെ സിപിഎം അത് കൃത്യമായി ഒരു രേഖയായി അവതരിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനും ഈ സമ്മേളനത്തിൽ, കഴിഞ്ഞ തവണ സിഎമ്മിന്റെ ഒരു പ്രസംഗമായിട്ടായിരുന്നു എങ്കിൽ ഇത്തവണ അത് ചർച്ചയ്ക്ക് വെക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് തുടരുകയാണ്, ആ പ്രക്രിയ തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജനങ്ങൾ കൂടുതലായി അതിനെ സ്വീകരിക്കുകയാണ്. എന്താണ് സിപിഎമ്മിന് പറയാനുള്ളത്, സിപിഎമ്മിന്റെ മന്ത്രിസഭ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ജനങ്ങളുടെ വിലയിരുത്തലിന് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ജനങ്ങൾക്ക് തിരികെ നൽകാനുള്ളത് നമ്മളും പറയുകയാണ്. സരിൻ, കോൺഗ്രസ് സിപിഎമ്മിലേക്ക് കൂടുതൽ അടുക്കുകയാണ്, കൂടുതൽ സിപിഎംകാരനെ മാറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ സംഘടനാ സംവിധാനത്തിലും ഈ സമ്മേളനങ്ങളിലും ഒക്കെ 2 പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം? കോൺഗ്രസുമായിട്ടാണ് ചോദിക്കുന്നത്. ആശയപരമായി നമ്മൾ ഒരു തീരുമാനം എടുത്ത ശേഷമാണ് അതിന്റെ ഭാഗമായി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലാവുക എന്നൊന്നില്ല. ആയി കഴിഞ്ഞ ഒരാളാണ് എന്നാണ് എന്റെ വിശ്വാസം. താരതമ്യം ചെയ്യാൻ ഞാൻ ആളല്ല, അത് ജനങ്ങളാണ് ചെയ്യേണ്ടത്.
ജനങ്ങളുടെ മുന്നിൽ മാതൃകകളുണ്ട്. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ആ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കളെ മുഴുവൻ വിളിച്ച് ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം ഒറ്റക്കെട്ടാവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് വരികയും മറ്റൊരു പാർട്ടി ആ നാട്ടിൽ നിന്ന് തന്നെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനം വരെ നടത്തി ഞങ്ങൾ ഇതൊക്കെയാണ് ഈ നാടിനു വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ വിലയിരുത്തട്ടെ. അതുതന്നെയാണ് സരിന്റെ അഭിപ്രായം. സരിൻ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അല്പസമയം മുമ്പാണ് എത്തിയത്. സിപിഎമ്മിന്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇവിടെയുണ്ട്. സരിൻ സ്വാഭാവികമായും സിപിഎമ്മിന്റെ അംഗമായിട്ടില്ല, പക്ഷേ സിപിഎമ്മായി കഴിയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. എ കെ ബാലൻ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് ഇന്ന് ഇവിടെ ഈ പാർട്ടി പതാക ഉയർത്തുന്നത്. പ്രസീഡിയം നിയന്ത്രിക്കുന്നതും എ കെ ബാലനാണ്. എന്താണ് ഈ സമ്മേളനത്തിന്റെ പ്രസക്തി? ഒന്നും ഇപ്പൊ പറയാനില്ല. എന്നാണ് പതാകയൊക്കെ ഉയർത്തുന്നത്? അതിന്റെ ഒരു പിന്നെ പറയാം. അതൊരു ആദ്യ അനുഭവമാണ് തോന്നുന്നത് സമ്മേളന വേദിയിൽ, സംസ്ഥാന സമ്മേളന വേദിയിൽ. വികസന രേഖ എന്ന് വരുന്നുണ്ട്. അജണ്ടയിലുണ്ട്. നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. എ കെ ബാലനുണ്ട്, കെ ശൈലജ സമ്മേളന വേദിയിലേക്ക് വരുന്നുണ്ട്. സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അല്പസമയത്തിനകം പതാക ഉയർത്തും. അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി പ്രവർത്തന റിപ്പോർട്ട്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രേഖയുടെ തുടർച്ച രണ്ടാം ഘട്ടം അവതരിപ്പിക്കും. വലിയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ വികസന രംഗത്തും പശ്ചാത്തല സൗകര്യ വികസനത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രേഖയാണ്, മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്ന രേഖയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇടത് മൂല്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ പരമാവധി വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന വികസനത്തിലേക്ക്, പശ്ചാത്തല സൗകര്യത്തിലേക്ക് കേരളത്തെ മാറ്റാം എന്നതാകും ഈ രേഖയുടെ പ്രധാന ഫോക്കസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേൽ നാളെ ചർച്ച നടക്കും. ഒരു ദിവസം മുഴുവൻ ആ ചർച്ചയ്ക്കായി മാറ്റിവെക്കും. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി വൈകുന്നേരം അവതരിപ്പിക്കുന്ന രേഖയിന്മേലും ചർച്ചയുണ്ടാകും. ആ ചർച്ചയും ഒരു ദിവസമാണ്, ശനിയാഴ്ച ഒരു ദിവസം പൂർണ്ണമായി അതിനുവേണ്ടി മാറ്റിവെക്കും. പുള്ളിദൂരം കമ്മേരി അടക്കമുള്ളവരുണ്ട്. ഈ സമ്മേളനങ്ങളിൽ സാധാരണ പ്രത്യയശാസ്ത്രം, സംഘടനാ പ്രശ്നങ്ങളൊക്കെയാണ് മുഴുവൻ ചർച്ചയാകുന്നത്. പക്ഷെ ഇവിടെ കേൾക്കുന്നില്ല വികസനമാണ്, വികസന രേഖകൾ. എങ്ങനെയാണ് സിപിഎം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത്? വികസനത്തിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലേ വികസനം നടക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു തുടർഭരണം കിട്ടിയിരിക്കുകയാണ്. ആ തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉറപ്പാക്കാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയും. പിന്നെ തുടർഭരണത്തിനൊരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അന്നേരം ആലോചിച്ചാൽ പോരാ എന്തൊക്കെ ചെയ്യണോ, അത് മുൻകൂട്ടി ആലോചിക്കണം. 1957 EMS ഗവൺമെന്റ് വരുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 1956 തൃശൂരിൽ വെച്ചൊരു സമ്മേളനം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തിയത്. അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി AKG പഠന ഗവേഷണ കേന്ദ്രം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞത് വലിയൊരു തുടർഭരണം വരികയാണെങ്കിൽ, പക്ഷേ ബാക്കിയുള്ള സിപിഎം ഒരു ഭൂരിഭാഷ നേതാക്കളും പറയുന്നത് തുടർഭരണം ഉറപ്പെന്നുണ്ട്. അത് ഒരു അമിത ആത്മവിശ്വാസമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുടർഭരണം വരണം എന്നുള്ള കാര്യം, അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന തരത്തിൽ ചിന്തിക്കും. എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്താൻ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുതന്നെയാണ് വളരെ വ്യക്തമായ കൃത്യമായ നിലപാടാണ് സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുന്നത്. സിപിഎം നേതാക്കൾ വലിയ രീതിയിൽ ഈ തുടർഭരണം എന്ന് ഉറപ്പിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. തുടർഭരണം ലഭിച്ചു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അത്തരമൊരു നീക്കവുമായി പോകുന്നത് മൗഢ്യമാണ് എന്നാണ് MA ബേബി വ്യക്തമാക്കുന്നത്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള വഴികൾ സിപിഎം തേടണം എന്ന് തന്നെയാണ് MA ബേബി വ്യക്തമാക്കുന്നത്. VV അരുണാണ് സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. അല്പസമയം മുമ്പ് മന്ത്രി R ബിന്ദു VV അരുണിനോടൊപ്പം ചേർന്നിരുന്നു.
വിദ്യാർത്ഥി കുടിയേറ്റം ആഗോള പ്രതിഭാസമാണെന്നും കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ ഉണ്ടാകുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്റ്റുഡന്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായ പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഈ അതിർത്തി രേഖകൾ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വേറെ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയും മൈഗ്രേഷൻ ഉണ്ടാവും. അതിനെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷെ പരമാവധി മികച്ച പഠന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉറപ്പുകൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വൻതാരയുടെ വന്യജീവി റെസ്ക്യൂ പുനരധിവാസ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം സ്പീഷീസുകളുടെയും വംശനാശം നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വൻതാര. ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ 3500 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപരിപാലന കേന്ദ്രം. അതിലുപരി പ്രതിബദ്ധത, അനുകമ്പ, ശാസ്ത്രീയ മികവ് എന്നിവയുടെ തെളിവായി കൂടി ഈ കേന്ദ്രം നിലകൊള്ളുന്നു. അക്രമത്തിൽ ഇരയായ, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 1 ദശലക്ഷത്തിലധികം മൃഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചത് ഇവിടെയാണ്. ഇത്തരം മൃഗങ്ങളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളത് 2400-ലധികം പേരാണ്. വൻതാര വിഭാവനം ചെയ്ത അനന്ത് അംബാനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കുട്ടിക്കാലം മുതൽ അനന്ത് അംബാനി ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു. മറ്റു ജീവജാലങ്ങളുമായി ആത്മബന്ധം വളർത്തുകയും ചെയ്തു. നവി മുംബൈയിൽ മൃഗങ്ങൾക്കായി ഒരു ചെറിയ ഷെൽട്ടർ സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം വൻതാര എന്ന ആശയത്തിന് രൂപം നൽകി. വിശാലമായ ഇടത്തെ വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ ഒരു ആധുനിക പുനരധിവാസ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി. Across the world, India should have one of the best state-of-the-art animal rescue, like people who rescue animals, wildlife preservation in India. That's our aim, and this is going to be the premier station. But I would like to say that this is just 8-10%. I think boon se sagar banta hai. So I think everyone needs to put in effort. Final 2 questions. ഏഷ്യൻ സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചെന്നായ്കൾ, കാണ്ടാമൃഗങ്ങൾ, മുതലകൾ, ആനകൾ എന്നിവ ഉൾപ്പെടെ 2000-ലധികം ഇനങ്ങളെ വൻതാര ഉൾക്കൊള്ളുന്നു. വൻതാര നയിക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവർത്തനം ലോകത്ത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വൻതാര പദ്ധതി നടപ്പാക്കാൻ അനന്തിന് പ്രചോദനമായത് തന്റെ മുത്തശ്ശനായ ധീരുഭായ് അംബാനിയുടെ ദർശനമാണ്. മാതാപിതാക്കളായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും പിന്തുണ ഗുണമായി എന്നും അനന്ത് പറയുന്നു. When I was a young child, my mother always would tell me to take care of the animals. So in your childhood also you would do this? I would do it in my childhood. And my father is one of the biggest wildlife buffs. For example, when we were young, I think till the age of 18, I've not gone to any other family holiday except Africa, Ranthambore and the jungles of Kahana, the jungles of Bandhavgarh, Kaziranga. My father would only take us to jungle holidays. So I think they inspired me to do this. And to be honest,
സേവനം നടത്തുന്ന ആലയം ആയാണ് സ്ഥലത്തെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ മൃഗത്തിനും പരിചരണവും സംരക്ഷണവും ലഭിക്കുന്ന ഒരു സങ്കേതം. ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഹമാസിന് അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇത്തരത്തിലൊരു അന്ത്യശാസനം പോലെ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് പോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാദ്യമാണല്ലേ? പൂർണ്ണമായും ഇത് ആദ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഡിസംബറിലും സമാനമായ രീതിയിലേക്ക്, പക്ഷേ അത് ഇത്ര കടുത്ത രീതിയിലേക്ക് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ ഒരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്ര തലവൻ പറയാത്ത രീതിയിലേക്ക് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം ആ തരത്തിലേക്കൊക്കെയാണ്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ബന്ദികളെ വിടാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ മരണമായിരിക്കും എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വാക്ക് തന്നെ, മരണം എന്നുള്ള വാക്ക് തന്നെയാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഹമാസിലെ ഒരു അംഗം പോലും സുരക്ഷിതരായിരിക്കില്ല എന്നത് നിങ്ങൾ ഓർക്കണം. ഇസ്രായേലിന് അവരുടെ ജോലി തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും അമേരിക്ക ചെയ്യും. ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹമാസ് പ്രവർത്തകൻ പോലും ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ളതാണ്. പൂർണ്ണമായും എല്ലാ ഹമാസ് പ്രവർത്തകരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് അമേരിക്ക സഹായം നൽകും എന്നതുകൂടി പറയുന്നു. ഇതിന് തൊട്ടു മുമ്പ് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അമേരിക്ക ഹമാസുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. 1977 വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ് ഹമാസിനെ. സാധാരണഗതിയിൽ അമേരിക്ക ഒരു സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുമായി നേരിട്ട് ചർച്ച നടത്താറില്ല. അത്യപൂർവം ചില ഘട്ടത്തിൽ മാത്രമാണ് അതിന് ഒരു അപവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് നേരത്തെ സെപ്റ്റംബർ 11 ടിൻ ടവർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ സമയത്താണ് പിന്നീട് ട്രംപ് ഭരണകൂടവും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഒബാമയുടെ ഭരണകൂടവും അത്തരത്തിലേക്ക് താലിബാനുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ആ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരം വിഷയങ്ങളിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയുമായി, നേരത്തെയൊക്കെ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഘട്ടമൊക്കെ വന്നപ്പോൾ അമേരിക്ക നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തുന്നതിന് പകരമായി മറ്റ് ഹമാസുമായി അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് അവരുടെ പ്രതികളുമായി ചർച്ച നടത്തുക, ആ തരത്തിലേക്കായിരുന്നു ചർച്ച. എന്നാൽ അത് മാറ്റിക്കൊണ്ട് നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക തയ്യാറാവുകയും അത്തരമൊരു നീക്കത്തിന് അമേരിക്ക ഒരു തുടക്കം കുറിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ കൂടിയാണ് ഇത്തരമൊരു കടുത്ത മുന്നറിയിപ്പ് കൂടി വന്നിരുന്നത്. ഇതിനെ മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടി കാണേണ്ടി വരും. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഗസ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു വികസനം നടപ്പാക്കാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ അറബ് രാജ്യങ്ങളും ഹമാസും അടക്കമുള്ള പലസ്തീൻ ജനതയടക്കം അതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയും ഈജിപ്റ്റ് അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു വികസന പദ്ധതി മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഉദ്ദേശമടക്കം എന്തായാലും ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ അന്ത്യശാസനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. എന്തായാലും ഹമാസിന് മേൽ ട്രംപ് നൽകിയിരിക്കുന്നത് ഒരു കനത്ത മുന്നറിയിപ്പാണ്. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കനത്ത തിരിച്ചടിയിലേക്ക് ഇസ്രായേലിനെ നീങ്ങാനുള്ള ഒരു അമേരിക്കൻ പിന്തുണയോടുകൂടി നീങ്ങാനുള്ള സാധ്യതയൊക്കെ കൂടി തുറന്നിടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ തന്നെ അരിഷ്ടമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.
യുഎഇയിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി. മുഹമ്മദ് റിനാഷ് എ, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. ശിക്ഷ നടപ്പാക്കിയ വിവരം വിദേശകാര്യ മന്ത്രാലയത്തെ ഇന്നലെ UAE അറിയിച്ചു. ഇരുവർക്കും കൊലക്കുറ്റം ചെയ്തതിനാണ് ശിക്ഷ. ഇന്ത്യൻ പൗരനെ വധിച്ചതിനാണ് മുരളീധരൻ വിചാരണ നേരിട്ടത്. സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. കുടുംബാംഗങ്ങൾക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സൗകര്യം ഒരുക്കും. ഇനി ദേശീയ വാർത്തകളിലേക്ക് എത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഗംഗാനദിയിൽ പ്രത്യേക പൂജകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം എന്നുള്ളതാണ്. ഖലിസ്ഥാൻ വിഘടനവാദികൾ അദ്ദേഹത്തിന് നേരെ ഓടിയടിക്കുകയായിരുന്നു ചെയ്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സമയോചിതമായി ഇടപെട്ടതോടെയാണ് ആക്രമണ ശ്രമം വിഫലമായത്. രാകേഷ് ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. രാകേഷ്, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്തായാലും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നുകൂടി മനസ്സിലാക്കുന്നു. ആര്യ, കഴിഞ്ഞ 4-ാം തീയതി മുതൽ ലണ്ടനിലുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ചത്താം ഹൗസിൽ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് വിദേശകാര്യമന്ത്രിക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായത്. അവിടെ ഖലിസ്ഥാൻ വാദികൾ അവിടെ പ്രകടനം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പതാകയുമൊക്കെ ആയി തന്നെ അവിടെ മുദ്രാവാക്യം മുഴക്കിയിരുന്നു, പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ദേശീയ പതാകയുമായി ഒരാൾ വാഹനത്തിന് നേരെ ചാടി വീഴുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ പതാക അയാൾ വലിച്ചു കീറുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരം നടപടി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, ഖലിസ്ഥാൻ വാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കാലങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ബ്രിട്ടൻ, ഒപ്പം തന്നെ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ നേരത്തെ ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരെയുള്ള പ്രതിഷേധത്തിൽ ഈ ബ്രിട്ടനെ ഇന്ത്യ പരാതി അറിയിക്കാൻ തന്നെ അത്തരമൊരു സാധ്യതയാണ് ഇപ്പോഴേതായാലും നിലവിലുള്ളത്. ആര്യ, ശരി. രാകേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി വത്തിക്കാൻ. ഈ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വീണ്ടും സമ്മേളന നഗരിയിലേക്ക് പോകേണ്ടതായിരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ഏറെ നാളുകൾക്ക് ശേഷം മാർപ്പാപ്പ സുഖമായി ഉറങ്ങിയെന്നും റോമിലെ പ്രാദേശിക സമയം 8 മണിയോടെ ഉറക്കം എണീറ്റെന്നുമാണ് വത്തിക്കാന്റെ റിപ്പോർട്ട്. ചികിത്സയോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടെന്ന് ജമേലി ആശുപത്രിയും വ്യക്തമാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM സംസ്ഥാന പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുകയാണ്. AK ബാലനാണ് പതാക ഉയർത്തുന്നത്. തത്സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വേദിയിൽ അവതരണകാലം 3 മിനിറ്റ് സമയം. അതിനുശേഷം പതാക ഉയർത്തൽ. പതാക ഉയർത്തുമ്പോൾ ബാൻഡ് മേളം. അതിനുശേഷം പതാക വന്ദനം. അതിനുശേഷം മുദ്രാവാക്യം വിളിക്കും. 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായ മുന്നേറും. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ PB മെമ്പർമാരും CC മെമ്പർമാരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പുഷ്പചക്രം അർപ്പിക്കും.
അതിനുശേഷം പ്രതിനിധികളുടെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് എല്ലാവരും പ്രവേശിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നിശ്ചയിച്ചിട്ടുള്ള ക്രമീകരണം. CPM സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. സമ്മേളന നഗരിയിൽ പതാക ഉയർത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. AK ബാലനാണ് പതാക ഉയർത്തുന്നത്. അല്പസമയത്തിനകം തന്നെ സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും വേദിയിലേക്ക് എത്തിയത് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പതാക ഉയരും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയകാര്യ റിപ്പോർട്ടുകൾ അതിനുശേഷം അവതരിപ്പിക്കും. നവകേരളത്തിന് പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നടപടി. സുഹൃത്തുക്കളെ, ഈ മാധ്യമ സുഹൃത്തുക്കൾ സഹകരിച്ചേ മതിയാവൂ. കുറച്ചുകൂടെ ബാക്കിലേക്ക് പോകണം. ഇവിടെ പാർട്ടി നേതാക്കന്മാരും പ്രതിനിധി സഹാക്കളുമെല്ലാം ഈ ഇവിടെ നടക്കുന്ന പരിപാടികൾ കാണാനാണ്. നിങ്ങളൊരു സൗകര്യപ്രദമായി കുറച്ച് ഒതുങ്ങി നിൽക്കണം. പ്ലീസ് സഹകരിക്കണം എല്ലാവരും. സമ്മേളന നഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പതാക ഉയരും. അതിനുവേണ്ടി എല്ലാവരും വേദിയിൽ തന്നെ സജ്ജമായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തുക. അതിനുശേഷം MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയകാര്യ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നവകേരളത്തിന് പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമെന്നുള്ളതാണ്. തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്ന തരത്തിലാണ് ഈ നയരേഖ വരുന്നത് എന്നുള്ളതാണ്. അടുത്ത 5 വർഷം കേരളം എങ്ങനെയാകും, വികസന കുതിപ്പുകൾ ഏത് തരത്തിലാകണം എന്നുള്ളതിൻ്റെ ഒരു ചിത്രം, അത്തരത്തിൽ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു നയരേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാക്കളെ സമ്മേളന നഗരിയിൽ അല്പസമയത്തിന് മുമ്പ് നമ്മളോടൊപ്പം ചേരുന്നതും നമ്മൾ കണ്ടു. എന്തായാലും ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വൻതാരയിൽ അനന്തംബാനി പ്രകൃതിദത്തമായ ഒരു കാണ്ടാമൃഗ പറുദീസ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ ജീവികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 5 ഏക്കർ വിസ്തൃതിയുള്ള ആവാസ വ്യവസ്ഥ. ഇവിടുത്തെ പുൽമേടുകൾ അവയുടെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്നതാണ്. യഥാർത്ഥ ജലാശയങ്ങളും ചെളിയും നിറഞ്ഞതാണ് സ്ഥലം. പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് കാണ്ടാമൃഗങ്ങൾക്ക് ക്യാരറ്റും വാഴപ്പഴവും നൽകി. വൻതാരയുടെ ഉള്ളിൽ പ്രധാനമന്ത്രിക്ക് ചെറുതും വലുതുമായ നിരവധി ജീവികളെ കാണാൻ കഴിഞ്ഞു. ലെമറുകൾ മുതൽ സൗഹൃദമായി ഇടപഴകുന്ന സീലുകളെ വരെ കണ്ടു. ഒറാങ്ങുട്ടനെ കണ്ടത് പ്രത്യേക അനുഭവമായി. Human welfare, there are a lot of people working, but animal welfare, there are few people working. I think I was the chosen one, and I was fortunate enough that God's blessings that I could do seva
of animals. For me, in today's life, you can't see God, but I see God within every animal. They say that in our dharma, they say that in a cow there are 64 crore devtas. But for me, not only in a cow, but I see in every animal a devta. So it's my giving back to society. Does it help you heal? Yes, of course. So I've healed a lot in my own way, and I think it's all because of the animals' blessings. Had your own, I've had my own battles with my health, so I have overcome that, and I think one of the biggest reasons is that of the blessings of these animals who we've rescued. And more than that, it also makes me feel that we're contributing back to society in some way. പ്രധാനമന്ത്രിയും അനന്ത് അംബാനിയും ജിറാഫിന്റെ കൂട് സന്ദർശിച്ചു. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗങ്ങളെ അടുത്തുനിന്ന് കണ്ടു. വൻതാര അതിമനോഹരമായ മടങ്ങിയെത്തുമ്പോൾ കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളന നഗരിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ അവിടെ ആരംഭിക്കും. പതാക ഉയർത്തലാണ് ആദ്യത്തെ ചടങ്ങ്. അതിനുവേണ്ടി എല്ലാവരും വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തുക. പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട PB മെമ്പർമാരും CC മെമ്പർമാരും ഈ സ്റ്റേജിൽ കയറി അവിടെ നിന്നാണ്. ഈ മാധ്യമങ്ങള് ഞങ്ങള് പരമാവധി സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതിനൊരു ചടങ്ങിന്റെ സ്റ്റെപ്പ് ഈ സൈഡിൽ കൂടിയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സഹാക്കള് സ്ഥലം കൊടുക്കണം. PB മെമ്പർമാരും CC മെമ്പർമാരും വാളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യം കൊടുക്കണം. ഇവിടുന്ന് പറയും, ഇവിടെ കസേരയുടെ ഒത്തിരി കയറാതെ വാളണ്ടിയേഴ്സിന് സല്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. കസേര മാറ്റുന്നതാണ്. ആ വഴിയിൽ നിന്ന് സഹാക്കൾ മാറി നിൽക്കണം, ദയവേത് മാറി നിൽക്കണം. ഈ സൈഡില് ഈ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിന്ന് മാറുന്നേ പറ്റും. പ്രതിനിധി സഹാക്കൾ ഇവിടുന്ന് പുറകോട്ട് പോകണം. ഇവിടുന്നാണ് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിന്ന് മാറുന്നേ പറ്റും. പ്രതിനിധി സഹാക്കൾ ഇവിടുന്ന് പുറകോട്ട് പോകണം. ഇവിടുന്നാണ് ഈ ഗാനം ആലോചിക്കേണ്ടത് നിൽക്കേണ്ടത്. ഇവിടെ നിന്ന് പുറകോട്ട് മാറണം. തൊട്ട് മുന്നിൽ നിൽക്കുന്നവര് ബാങ്കിലേക്ക് മാറണം. ഈ സൈഡ് കൊടുക്കണം.
നിങ്ങൾ വന്ന് ഫ്രണ്ടിൽ കയറിയുന്ന ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. വി അരുൺ സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നിമിഷങ്ങൾക്കകം തന്നെ പതാക ഉയർത്തൽ നടക്കും. അവിടെ നിന്നുള്ള കാഴ്ചകൾ. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായുള്ള പാർട്ടി പതാക പ്രതിനിധി സമ്മേളന നഗരിയിൽ പ്രതിനിധി സമ്മേളന ഹാളിന് മുന്നിൽ പാർട്ടി പതാക ഉയർത്തലാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. അതിനുശേഷമാകും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അടക്കമുള്ള നടപടികൾ. ഇപ്പോൾ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവ് AK ബാലൻ പാർട്ടി പതാക ഉയർത്തും. ഈ പ്രതിനിധി സമ്മേളന നഗരിയിൽ AK ബാലൻ പാർട്ടി പതാക ഉയർത്തും. അറിയാം, AK ബാലൻ ഈ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ നിലയിലാണ്. അതായത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രായം നോക്കുമ്പോൾ മറ്റ് നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും AK ബാലൻ ഈ സമ്മേളനത്തോടുകൂടി സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും നേതൃനിരയിൽ നിന്നും മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ടാണ് AK ബാലനെ ഈ ഒരു പതാക ഉയർത്തലിനായി CPM തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ 4 ദിവസത്തിൽ നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രൊസീഡിയം കമ്മിറ്റിയുടെ അധ്യക്ഷനും AK ബാലനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും ഈ സമ്മേളനം നിയന്ത്രിക്കപ്പെടുക. ഏതായാലും അല്പസമയത്തിനകം AK ബാലൻ ഇവിടെ പതാക ഉയർത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് അടക്കമുള്ള പ്രകാശ് താവളയും അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പ്രതികളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ പ്രതിനിധി സമ്മേളന നഗരിയിലെ പാർട്ടി പതാക ഉയരും. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കളും പ്രതിനിധികളും പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാകും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് CPMന്റെ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലൊന്നായ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകും ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. എറണാകുളം സമ്മേളനത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ പാർട്ടിയുടെ വളർച്ച, പാർട്ടിയുടെ തളർച്ച, അതായത് എവിടെയൊക്കെയാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയത്, സംഘടനാ രംഗത്ത് പാർട്ടിക്ക് എവിടെയൊക്കെ വീഴ്ച പറ്റി, ഏതൊക്കെ ഘടകങ്ങളാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചത്, ഏതൊക്കെ ഘടകങ്ങൾക്കാണ് പ്രവർത്തനത്തിൽ കുറവും വീഴ്ചകളും ഉണ്ടായത്, അത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിലെ ഓരോ കാര്യങ്ങളും ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറി തയ്യാറാക്കിയ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗീകരിച്ച ആ റിപ്പോർട്ടാകും MV ഗോവിന്ദൻ ഇന്ന് ഉച്ചയോടുകൂടി ഉദ്ഘാടന സെഷന് ശേഷം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. ആ റിപ്പോർട്ട് അടുത്ത ദിവസം നാളെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയുണ്ടാകും. അതിനു മുമ്പ് ഈ ജില്ലകൾക്ക് ഗ്രൂപ്പ് ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. ഗ്രൂപ്പ് ചർച്ചയിൽ നിന്ന് ഉയർത്തിയിരുന്ന നിർദ്ദേശങ്ങൾ കൂടിയാണ് പിന്നീട് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുഖ്യമന്ത്രിക്ക് ഊഴമാണ്. മുഖ്യമന്ത്രി വികസന രേഖയുടെ 2ാം പതിപ്പ് നവകേരളത്തിലേക്കുള്ള പുതു വഴികളെന്ന വികസന രേഖ അവതരിപ്പിക്കും. സുരക്ഷയെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ CPM ഈ സംഘടനാ റിപ്പോർട്ടിനേക്കാൾ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നത് ഈ വികസന രേഖയാണ്. അടുത്ത 5 വർഷം സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് നീങ്ങണം, അതായത് CPM ഈ ഭരണം ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാകണം സർക്കാരിന്റെ വികസന പദ്ധതികളിലെ നയങ്ങൾ എന്താകണം, നയസമീപനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ രേഖയിൽ വ്യക്തമാക്കും. സംസ്ഥാന സമ്മേളനമാണ് ആ നയവ്യതിയാനത്തിന് ഉണ്ടെങ്കിൽ CPMന്റെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നയത്തിൽ വ്യതിചലനം ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് സ്വകാര്യ സർവകലാശാലകൾ CPM സ്വകാര്യ സർവകലാശാലകൾക്ക് നയപരമായി എതിരായിരുന്നു. അത് തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഒരു വികസന രേഖ അവതരിപ്പിച്ചു. അവിടെ മുതലാണ് CPM ഈ സ്വകാര്യ സർവകലാശാല അടക്കമുള്ള വിഷയങ്ങളിൽ നയമാറ്റത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. സ്വകാര്യ സർവകലാശാല അതിന്റെ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് നിയമസഭ അയച്ചിരിക്കുകയാണ്. എതിർപ്പുകൾ അഭിപ്രായത്തിലൊക്കെ ഉണ്ടെങ്കിലും അതുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നയവ്യതിയാനം ഉണ്ടാകുമോ? സ്വകാര്യ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നേരത്തെ CPM നിലപാട് മാറ്റിയിരുന്നു. സ്വകാര്യ നിക്ഷേപങ്ങൾ ചരടുകളില്ലാത്ത സ്വകാര്യ നിക്ഷേപമാകാം, സങ്കീർണതകളില്ലാതെ സംസ്ഥാന താല്പര്യങ്ങൾ പരിഗണിക്കാത്ത തരത്തിലുള്ള സ്വകാര്യ നിക്ഷേപമാകാമെന്ന് CPM നിലപാടെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഒരു വിശദീകരണം ഈ രേഖയിൽ ഉണ്ടാകും. സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് CPM നിലപാട് വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പതാക ഉയർത്തലിന് മുന്നോടിയായി ആമുഖ പ്രഭാഷണം നടത്തുകയാണ്. ആര്യ വിവരങ്ങൾ നൽകിയത് സമ്മേളന നഗരിയിൽ നിന്ന്. ഇപ്പോൾ MV ഗോവിന്ദൻ ആമുഖ പ്രഭാഷണം നടത്തുകയാണ് വേദിയിൽ. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കേരളത്തിലെ പാർട്ടിയെ
മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന തീരുമാനങ്ങളും നിലപാടുകളുമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം മാറും. അതിന്റെ മുന്നോടിയായാണ് ഇവിടെ പതാക നടക്കുന്നത്. എല്ലാ സഹാക്കളെയും ഈ ബന്ധമ പാർട്ടിയുടെ സംഘടന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ആദരവോടെ ക്ഷണിക്കപ്പെട്ട മറ്റു CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്നുള്ള തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. പതാക ഉയർത്തലാണ് ആദ്യത്തെ ചടങ്ങ്. പതാക ഉയർത്തുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ്. അല്പസമയത്തിനകം തന്നെ പതാക ഉയർത്തലുണ്ടാകും. PBCC അംഗങ്ങളെല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആമുഖ പ്രഭാഷണം നടത്തുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ. അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ AK ബാലൻ പതാക ഉയർത്തും. ആരുടെ കൈകൾ ഭൂമിനെയെല്ലാം വിഭവ സമൃദ്ധമാക്കി തീർത്തു. ആരുടെ കൈകൾ ഭൂമിനെയെല്ലാം വിഭവ സമൃദ്ധമാക്കി തീർത്തു. കഷ്ടപ്പെടും ആ ജനതയുടെ തങ്ങളുടെ അവകാശങ്ങൾ മുഴക്കിയിടുമ്പോൾ ജയിപ്പുതാകെ രക്തപതാകെ ഉയരുക നമ്മുടെ രക്തപതാകെ. ജയിപ്പുതാകെ രക്തപതാകെ ഉയരുക നമ്മുടെ രക്തപതാകെ. മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം. മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം. മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം. മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം. ജയിപ്പുതാകെ രക്തപതാകെ ഉയരുക നമ്മുടെ രക്തപതാകെ. ജയിപ്പുതാകെ രക്തപതാകെ ഉയരുക നമ്മുടെ രക്തപതാകെ. ഞങ്ങളിൽ രക്തമൊഴിക്കുള്ളോളം ഞങ്ങളിൽ മാംസത്തുണ്ടുള്ളോളം. ഞങ്ങളിൽ രക്തമൊഴിക്കുള്ളോളം ഞങ്ങളിൽ മാംസത്തുണ്ടുള്ളോളം. കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും. കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും. ജയിപ്പുതാകെ
ഉയരുക നമ്മുടെ രക്തപതാകെ ജയിപ്പുതാകെ രക്തപതാകെ ഉയരുക നമ്മുടെ രക്തപതാകെ ആരുടെ കൈകൾ ഭൂമിയിലെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു കഷ്ടപ്പെടുമാ ജനതയ്ക്ക് തന്നു അവകാശങ്ങൾ മുടക്കിയിടുമ്പോ ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് ഉയരെ ചെങ്കൊടി ഭാരട്ടെ ഉയരെ ചെങ്കൊടി ഭാരട്ടെ ഉയരെ ചെങ്കൊടി ഭാരട്ടെ ഉയരെ ചെങ്കൊടി ഭാരട്ടെ ഉടലിൽ ചോര തിളക്കട്ടെ ഉടലിൽ ചോര തിളക്കട്ടെ ഉടലിൽ ചോര തിളക്കട്ടെ ഉടലിൽ ചോര തിളക്കട്ടെ കടലിൽ ചോര പുഴയൊഴുകട്ടെ കടലിൽ ചോര പുഴയൊഴുകട്ടെ പോരാട്ടങ്ങൾ തുടരട്ടെ പോരാട്ടങ്ങൾ തുടരട്ടെ പുതിയൊരിന്ത്യ പിറക്കട്ടെ പുതിയൊരിന്ത്യ പിറക്കട്ടെ പുതിയൊരിന്ത്യ പിറക്കട്ടെ പുതിയൊരിന്ത്യ പിറക്കട്ടെ സോഷ്യലിസം പുലരട്ടെ സോഷ്യലിസം പുലരട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ വർഗീയവാദം തുലയട്ടെ വർഗീയവാദം തുലയട്ടെ ലോകസമാധാനം വാഴട്ടെ ലോകസമാധാനം വാഴട്ടെ ലോകസമാധാനം വാഴട്ടെ ലോകസമാധാനം വാഴട്ടെ സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ഇല്ല ഇല്ല ഭരിക്കുന്നില്ല ഇല്ല ഇല്ല ഭരിക്കുന്നില്ല CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. പതാക ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശേഷം രാഷ്ട്രീയകാര്യ പ്രവർത്തനകാര്യ റിപ്പോർട്ട് MV ഗോവിന്ദൻ അവതരിപ്പിക്കും. നേരത്തെ VV അരുൺ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി പാർട്ടി നോക്കിക്കാണുന്നത് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന നയരേഖയാണ്. അടുത്ത 5 വർഷം കേരളത്തിലെ വികസന കുതിപ്പുകൾ ഏതു തരത്തിലാകും എന്ന് വിഭാവനം ചെയ്യുന്നതിന്റെ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന വികസന രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനം ഈ തുടർഭരണം ഉണ്ടാകും എന്നുള്ള വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നതാണ് നയരേഖ അവതരിപ്പിക്കുന്നതിലൂടെ CPM പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം കൂടുതൽ വാർത്തകളുമായി ന്യൂസ് ട്രെൻഡ്സ് കാണാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല.